Hello and welcome back, everyone. Uh, so we were looking at in the last three sessions, 2024 December CSIR Net Physical Science question paper, and the exam happened on March 2025. So നമ്മൾ പാർട്ട് എ കംപ്ലീറ്റ് കവർ ചെയ്തു. പാർട്ട് ബി ലാസ്റ്റ് രണ്ട് സെഷൻസിലായിട്ടാണ് ചെയ്തത്. And I think this is where we stop. Yes. Question number 14. Yes, question number 14, we stopped there, and now we are proceeding with question number 15. Okay, so a frictionless track is defined by z equals z0 minus x square by 4z0 as shown in figure. So it's like y of x എന്ന് പറയുന്ന പോലെ z of x എന്ന് പറഞ്ഞിട്ടൊരു കർവാണ് തന്നിട്ടുള്ളത്. Yeah, so z of x ആണ് തന്നിരിക്കുന്നത്. G gravity act ചെയ്യുന്നുണ്ട്. The particle is constrained to slide down a track under the action of gravity. The tangential acceleration at position xz would be. So consider an intermediate point xz, x and z. So ഈ പോയിന്റിലെ ടാൻജൻഷ്യൽ ആക്സലറേഷൻ, സോ ഈ ആക്സലറേഷൻ നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ടിങ്, ഗ്രാവിറ്റി ഈസ് ആക്ടിങ് ഡൗൺവേർഡ്, ബട്ട് നമുക്ക് ഇതിനൊരു ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. സോ മേ ബി ദിസ് ഇസ് പാരലൽ, വിച്ച് ഇസ് ദ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്, ആൻഡ് ജി പെർപെൻഡിക്കുലർ ദ നോർമൽ കമ്പോണൻറ്റ്. സോ വാട്ട് ഈസ് ജി പാരലൽ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എങ്ങനെ ചെയ്യാം? ഇതൊന്ന് വരയ്ക്കുകയാണെങ്കിൽ first you have gravity acting downward. So നമുക്ക് അത് ഇതിനെ കമ്പോണൻസ് ആക്കി തിരിക്കാം. So I define this angle to be, suppose ഇത് ഗാമയാണെന്ന് വിചാരിക്കുക, and this is theta. Okay, so ഇവിടെ നിന്ന് ജസ്റ്റ് ആദ്യം നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, വാട്ട് ഈസ് കോസ് ഓഫ് ഗാമ? സോ ഗാമ പ്ലസ് തീറ്റ എന്ന് പറയുന്നത് 90 ആണ്. So that means cos of gamma എന്ന് പറയുന്നത് cos of pi/2 minus theta ആണ്, which is sin of theta. Okay. ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം, നമുക്ക് ഈ ഒരു കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും it's an angle between the horizontal axis and the tangential at that point. So ആ ഒരു കേസിൽ തീറ്റ എന്ന് പറയുന്നതാണ് എൻ്റെ സ്ലോപ്പ്. I mean tan theta will give me the slope of curve z of x. സോ അത് എനിക്ക് തീറ്റേൻ്റെ ഇൻഫർമേഷൻ എനിക്ക് അവിടെ നിന്ന് കിട്ടും. ആൻഡ് എനിക്ക് വേണ്ടത് ജി പാരലൽ ആണ്. നൗ ജി പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ സി ഫ്രം ഹിയർ, ജീനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ജി പാരലൽ എന്ന് പറയുന്നത് ജി കോസ് ഗാമയാണ്, വിച്ച് ഫ്രം ദിസ് റിലേഷൻ ഐ ക്യാൻ റൈറ്റ് ആസ് ജി ഓഫ് സൈൻ തീറ്റ.
ഓക്കെ, സോ എനിക്ക് കണ്ടുപിടിച്ച സൈൻ തീറ്റ എന്താണെന്ന് കിട്ടി കഴിഞ്ഞാൽ എൻ്റെ ആൻസറായി. സോ ഞാൻ പറഞ്ഞ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് ആംഗിൾ ബിറ്റ്വീൻ ദ എക്സ് ആക്സിസ് വിച്ച് ഇസ് ദ ഹൊറിസോണ്ടൽ ആക്സിസ് ആൻഡ് മൈ ടാൻജൻഷ്യൽ ടു അടുത്ത സെറ്റ് എക്സ് എന്ന് പറഞ്ഞ പോയിന്റിലെ ടാൻജൻഷ്യൽ ആയിട്ടുള്ള ആംഗിൾ ആണ് വിച്ച് വിൽ ഗീവ് മീ ദ സ്ലോപ്പ് ഓഫ് ദ കർവ്. സ്ലോപ്പ് ആക്ച്വലി ഡെറിവേറ്റീവ് ആണ്, ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും വിച്ച് ദ ബേസിക് കാൽക്കുലസ്. സോ നമുക്ക് ആദ്യം എന്താണ് സ്ലോപ്പ് എന്ന് കണ്ടുപിടിക്കാം. ഡി സെഡ് ബൈ ഡി എക്സ് ആണ് എൻ്റെ സ്ലോപ്പ്, വിച്ച് ഇസ് എൻ്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് Z0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, മൈനസ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോൺസ്റ്റന്റ് പോകും. സോ ഐ വിൽ ഗെറ്റ് മൈനസ് 2x ബൈ 4Z0 which is minus of x by 2Z0. ഇതാണ് എൻ്റെ സ്ലോപ്പ് അറ്റ് എനി എക്സ് വാല്യൂ. എക്സ് ഡിപ്പെൻഡൻസ് മാത്രമേ ഉള്ളൂ, ദർ ഇസ് നോ സെഡ് ഡിപ്പെൻഡൻസ്, എക്സ്പ്ലിസിറ്റ് സെഡ് ഡിപ്പെൻഡൻസ് ഇല്ല. So this is my angle which is I am calling tan theta or I just call it to be t. ഇനി നമുക്ക് വേണ്ടത് ആക്ച്വലി ഇവിടെയാണ് സൈൻ തീറ്റയാണ് നമുക്ക് വേണ്ടത്. സോ ഇനി അടുത്തത് കംപ്ലീറ്റ് ഒരു ആൽജിബ്ര ആണ്, ട്രിഗണോമെട്രി മാനിപ്പുലേഷൻസ് മാത്രമാണ്. നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സോ എനിക്ക് സൈൻ തീറ്റേന്റെ ഇൻഫർമേഷൻ കിട്ടണം ഫ്രം ടാൻ തീറ്റ, അതിനെ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ നോക്കുന്നത്. സോ ദിസ് ഇംപ്ലൈസ് മൈ sin theta is equal to t, this is t and I can call this t cos theta, and now I can use another relation, sin square theta plus cos square theta എന്ന് പറയുന്നത് 1 ആണ്. From this I can write down, if I substitute for sin theta from here, I will just take cos square theta into 1 plus t square എന്ന് പറയുന്നത് 1 ആണ്, or cos theta എന്ന് പറയുന്നത് 1 by 1 plus t square ആണ്. There is a plus or minus also. Sorry, there is a square root also. So we can consider the magnitude only, so that means only plus. ഇനി ഇവിടെ നിന്ന് സോ എനിക്ക് cos theta കിട്ടി in terms of t and ഇവിടെ ഓൾറെഡി t ഉണ്ട്, so that means from 1 and 2 I can get sin theta എന്ന് പറയുന്നത് t by root of 1 plus t square. t എന്ന് പറയുന്നത് എന്താണ് tan theta which is a slope. That's a thing. Now t ക്ക് പകരം എനിക്ക് കിട്ടിയ വാല്യൂ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So that means minus x by 2 Z0 divided by 1 plus x square divided by 4 Z0 square. X square plus 4z square, then you will get a 2z also which come up and അത് രണ്ടും cancel ചെയ്ത് പോകുന്നു. Then I will get this. Substituting back എൻ്റെ ആൻസർ എന്ന് പറയുന്നത് g sin theta ആണ്.
we look at the options, we will see the x. So this is the answer. Okay, so there is a sign mistake actually. Minus, എനിക്കൊരു additional minus sign കിട്ടിയിട്ടുണ്ട്. അത് let's see. Okay, yeah, maybe it goes in this way, I guess. Like theta usually measure ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ആക്സ്, ഇവിടെ നിന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. സോ ദിസ് ഇസ് ആക്ച്വലി 2π മൈനസ് തീറ്റ ആണ് എനിക്ക് എടുക്കാൻ ഇൻ കൺവെൻഷൻ പ്രകാരം. സോ അത് ഇവിടെ ആക്ച്വലി ഒരു മൈനസ് തീറ്റ വിൽ ഗോ ടു മൈനസ് തീറ്റ ആൻഡ് യു വിൽ ഗെറ്റ് എ മൈനസ് ഓവറോൾ മൈനസ് സൈൻ. ആ സൈൻ കൊണ്ടാണ് ഈ സൈൻ ക്യാൻസൽ ചെയ്ത് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ എനിവേ മാഗ്നിറ്റ്യൂഡ്, ഇഫ് യു കൺസിഡർ ഓൺലി മാഗ്നിറ്റ്യൂഡ്, you already have the answer, which is gx divided by root of x square plus 4z square. Okay, so രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഗ്രാവിറ്റീനെ റിസോൾവ് ചെയ്യുന്നു, പെർപെൻഡിക്കുലർ ആൻഡ് പാരലൽ കമ്പോണന്റ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാരലൽ കമ്പോണന്റ് കണ്ടുപിടിക്കാനാണ്, ടാൻജൻഷ്യൽ കമ്പോണന്റ് വിച്ച് ഇസ് ഹാപ്പൻ ടു ബി ജി സൈൻ തീറ്റ, വേർ തീറ്റ എന്ന് പറയുന്നത് വി വിൽ ഗെറ്റ് ആസ് ടാൻ തീറ്റ എന്ന് പറയുന്നത് സ്ലോപ്പാണ് കർവിന്റെ, സെഡ് ഓഫ് എക്സ് എന്ന് പറയുന്ന കർവിന്റെ സ്ലോപ്പാണ് ടാൻ തീറ്റ. സോ അതിനെ ഇൻവെർട്ട് ചെയ്തിട്ട് ഐ ഗെറ്റ് സൈൻ തീറ്റ. വാട്ട് ഇസ് സൈൻ തീറ്റ? If I substitute back, I will end up with this. So I will write maybe there is a additional minus sign. Okay. Yeah, next one. See, ഇതൊരു കൈൻഡ് ഓഫ് എ ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. That's why I put this. That's my, yeah. So this I made using some website. I am just putting it here. ഒരു ഡാറ്റ എക്സ് ആൻഡ് വൈ ഡാറ്റ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, ആസ് ഗിവൺ ഇൻ ദ ടേബിൾ. എക്സ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4 ആണ്. വൈ കറസ്പോണ്ടിങ് വാല്യൂസ് തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ആൻ എക്സ്പെരിമെന്റൽ മെഷർഡ് ക്വാണ്ടിറ്റി വൈ. The relationship between x and y is best represented by. So basically നിങ്ങൾ ഇതിന്റെ പോയിന്റ്സ് വെച്ച് കർവ് ഫിറ്റ് ചെയ്യാണ്. ഏതാണ് ഇതിന്റെ ബെസ്റ്റ് സൂട്ട് ആവുന്ന ഫംഗ്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. എക്സ് ക്യൂബ് ഉണ്ട്, എക്സ് സ്ക്വയർ ഉണ്ട്, ഇ റൈസ് ടു എക്സ് ഉണ്ട്, റൂട്ട് എക്സ് ഉണ്ട്. ആക്ച്വലി ഇത് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു, ഐ ഡോണ്ട് സീ എനി ഈസി വേ അറൗണ്ട്. ഗസ്സിങ് ആണ് ഏറ്റവും ബെസ്റ്റ്. സോ ഐ വിൽ ഷോ ഹൗ ഐ ഗസ് ഇറ്റ്. സ്ക്വയർ ഫിറ്റിംഗ് വെച്ചിട്ടാണ് ആക്ച്വലി ചെയ്യേണ്ടത്. യു ഫൈൻഡ് ഔട്ട് ദി ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ്. സോ ദാറ്റ് വിൽ ബി ലൈക്ക്, എങ്ങനെയാണ് ദാറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? മീൻ സ്ക്വയർ, ലീസ്റ്റ് സ്ക്വയർ എറർ എന്ന് പറയുന്നത്, സപ്പോസ് I have a y of x function. So y of xi minus a, അതിന്റെ സ്ക്വയർഡ് എറർ എടുക്കുക, ഇതിന്റെ സം ഓവറോളായി എടുക്കുന്നു, divide with the total number of data points. Even if you don't do this, it will give the same answer. It's only a normalization constant. ഈ ഒരു ക്വാണ്ടിറ്റി, ഇത് ലീസ്റ്റ് സ്ക്വയർഡ് എറർ ആണ്. ഇത് മിനിമൈസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഈ 4 ഫംഗ്ഷൻസ് ചൂസ് ചെയ്യാം. y of x ഇവിടെ എക്സ് ക്യൂബ് ചൂസ് ചെയ്യാം, ഇ റൈസ് ടു എക്സ് ചൂസ് ചെയ്യാം, എക്സ് സ്ക്വയർ ചൂസ് ചെയ്യാം, റൂട്ട് എക്സ് ചൂസ് ചെയ്യാം. ഈ 4 ഫംഗ്ഷന്റെ കേസിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി 4 എസ് വാല്യൂസ് കിട്ടും. വിച്ച് എവർ ഈസ് ഹാവിംഗ് ദ ലീസ്റ്റ് എസ് വാല്യൂ, ദാറ്റ് ഈസ് യുവർ ബെസ്റ്റ് ഫംഗ്ഷൻ. അങ്ങനെയാണ് നിങ്ങൾക്ക് ടെക്നിക്കലി നിങ്ങൾ അങ്ങനെ വേണം ചൂസ് ചെയ്യാൻ. പക്ഷെ അത് ഇവിടെ പ്രശ്നം വെച്ചാൽ ദർ ആർ 5 ഡാറ്റ പോയിന്റ്സ് ആൻഡ് ഈ 5 ഡാറ്റ പോയിന്റ്സിൽ നിങ്ങൾ ഈ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യണം. 4 ഫംഗ്ഷൻസ്, ദാറ്റ് ഈസ് ലൈക്ക് 5 into 4, 20 evaluations you have to do. Then you have to calculate all this. It takes some time, like
മേ ബി 15+ ഒക്കെ എന്തായാലും എടുത്തുകൊണ്ട് വരാം. വി ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. സോ നിങ്ങൾക്ക് ഞാൻ ഈ ഡാറ്റ പ്ലോട്ട് ചെയ്തപ്പോൾ യു വിൽ നോട്ട് ഹാവ് ആക്സസ് ടു പ്ലോട്ടിംഗ് സോഫ്റ്റ്വെയർ ഡ്യൂറിംഗ് ദ എക്സാം, ബട്ട് ഐ എം ജസ്റ്റ് പ്ലോട്ടിംഗ്. ഇതിന് ഡയറക്റ്റ് നമുക്കാണ് ലുക്സ് ലൈക്ക് ക്വാഡ്രാറ്റിക് ഓർ ക്വാഡ്രാറ്റിക്കും ക്യൂബിക്കും ആക്ച്വലി യു കനോട്ട് സിംപ്ലി ഡിസ്റ്റിംഗ്വിഷ് ബൈ ലുക്കിംഗ് അറ്റ് ദ ഫംഗ്ഷൻ. എന്തായാലും റൂട്ട് എക്സ് അല്ല, റൂട്ട് എക്സ് ആണെങ്കിൽ അത് ഇറ്റ് ലുക്സ് ലൈക്ക് കോൺകേവ് ഡൗൺ ആയിരിക്കും, ഇത് കോൺകേവ് അപ്പ് ആണ്. സോ എനിവേ ദിസ് ഇസ് നോട്ട് ദ ആൻസർ. ഈവൺ ഇ റൈസ് ടു എക്സ് ഈസ് ഓൾസോ ഹാവിങ് എ കോൺകേവിറ്റി അപ്പ്. സോ ഈ 3 ഓപ്ഷൻസിൽ ഏത് വേണമെങ്കിലും ആവാം. നമ്മൾ ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് so we have the x values 0, 1, 2, 3, 4 and 5, and അവർ തന്നിരിക്കുന്ന y values എന്ന് പറയുന്നത് 0.1, 2.1, 8.1, 17.9, 32.2, 49.1, 7. ആൻഡ് ഞാൻ ഗസ് ചെയ്യാൻ പോകുന്നത്, സപ്പോസ് ഇത് 2x² വാല്യൂ ഞാൻ കണ്ടുപിടിക്കാന്ന് വിചാരിക്കുക. then it is 0, 2 and 4, 8. This is 8 and 9. This is 18, 32, 50. So it looks very close. 0.1 difference, 0.1, 0.1, 0.1, 0.2 and 0.3. So this is very close to 2x², and that means it's roughly like proportional to x². സോ അങ്ങനെയാണ് ഇത് x² ആണെന്ന് കിട്ടുന്നത്. ഇവിടെ ഒരു കൊടുത്തിരിക്കുന്ന ആൻസർ x² ആണ്. പക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നാൻ നമ്മളത് മറ്റുള്ളത് ചെക്ക് ചെയ്തില്ല. യു ക്യാൻ ചെക്ക് x³ ഓൾസോ. സോ ഇവിടെ ഞാൻ ചെയ്യുന്നത്, അതായത് ഫസ്റ്റ് 2 ഡാറ്റ പോയിന്റ് എടുത്തു. അത് ഇഫ് യു ജസ്റ്റ് ടേക്ക് x² യു വിൽ ഗെറ്റ് 1 ഹിയർ. അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ഫാക്ടർ ഇട്ടത്. സിമിലർലി x³ എടുത്തു എന്ന് വിചാരിക്കുക. x³ ആണെങ്കിലും യു ഹാവ് ടു ആക്ച്വലി പുട്ട് 2x³. സോ വാട്ട് യു വിൽ ഗെറ്റ് 0 അഗെയിൻ, 2 അഗെയിൻ. ഈ 2 ഡാറ്റ പോയിന്റ്സും സെയിം ആണ്, പക്ഷേ ഈ പോയിന്റ് തൊട്ട് ഇത് ഡൈവേർജ് ചെയ്ത് തുടങ്ങും. 2³ എന്ന് പറയുന്നത് 8 ആണ്. 8 into 2, 16. സോ ഇറ്റ്സ് എ മാസീവ് ഡിഫറൻസ്. ആൻഡ് x3⁻³ എന്ന് പറയുന്നത് 27 ആണ്. 27 into 2 എന്ന് പറയുന്നത് 54. So these are diverging like very different compared to this. So of course I cannot take that. ഇനി അടുത്ത ഫംഗ്ഷൻ കൂടി ചെക്ക് ചെയ്യാം. If I take e⁻x, so it should also have some e⁻x-ന്റെ പ്രശ്നം. e⁻0 എന്ന് പറയുന്നത് 1 ആണ്. സോ ഐ ഹാവ് ടു മാച്ച് അറ്റ്ലീസ്റ്റ് 1 or 2 ഡാറ്റ പോയിന്റ്സ്, റൈറ്റ്? സോ e⁻1 എന്ന് പറയുന്നത് 2.7 ആണ്. സോ മേ ബി ഐ ക്യാൻ പുട്ട് സംതിങ് ലൈക്ക് e⁻x-1. That will give me 0 here, and e⁻x roughly 2.7 minus 1 എന്ന് പറയുന്നത് 1.7 ആണ്. It's roughly close. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് e² ആണ്. e² എന്ന് പറയുന്നത് റഫ്ലി 2.7². സോ 3² എന്ന് പറയുന്നത് 9 ആണ്. സോ എനിവേ ഇറ്റ്സ് ലെസ് ദാൻ 9. 9 minus 1, 8. Maybe I will do this. So if I do e², it's 7.38 minus 1 and 6.38. The value is 6.38. And one more data point. If I do e³, it's 19. You will see it's close. അതായത് 2x² പോലെ തന്നെയുള്ള ഒരു ഫംഗ്ഷൻ ആണ്. പക്ഷേ വിച്ച് ഇസ് ദ മോസ്റ്റ് ക്ലോസർ പാർട്ട് എന്ന് പറയുന്നത് 2x² ആണ്. അതുകൊണ്ട് നമുക്ക് 2x² കൂടെ പോകാം. ദാറ്റ് മീൻസ് y is roughly proportional to x². സോ ട്രയൽ ആൻഡ് എറർ മാത്രമേ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ദ എക്സാക്ട് വേ പറഞ്ഞു എന്താണെന്ന്. യു വിൽ ഗെറ്റ് d². പക്ഷെ അത് ചെയ്യാനുള്ള സമയം നമുക്കില്ല. സോ വി ക്യാൻ ഡു ദിസ് വേ. Okay, so next one.
A grating spectrometer in vacuum illuminated by 500 nanometer light gives first order spectrum at an angle theta 20 degree. When the vacuum chamber is filled with argon gas at pressure P, the angle, so നമ്മൾ ഒരു ചേമ്പറിലാണ്, ആ ചേമ്പറിൽ പ്രഷർ കൂടുമ്പോൾ ബേസിക്കലി മോർ ആൻഡ് മോർ പാർട്ടിക്കിൾസ് വരും. സോ നാച്ചുറലി യുവർ എൻ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, കൂടും. സോ ലൈക്ക് വാക്വത്തിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണ് എയറിന്, ഓർ ഇറ്റ് ഈസ് ഈവൻ ഹയർ ഫോർ വാട്ടർ. ലൈക്ക് ഡെൻസിറ്റി കൂടുന്നതോറും നിങ്ങളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. സോ ബേസിക്കലി ദ ക്വസ്റ്റ്യൻ ഗോൾസ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ നിങ്ങളുടെ ആംഗിൾ, ഫസ്റ്റ് ഓർഡർ ആംഗിളിന് എന്ത് സംഭവിക്കുന്ന. നമുക്കറിയാം ഫസ്റ്റ് ഓർഡറിൽ സൈൻ തീറ്റ ഈക്വൽ ടു ഫസ്റ്റ് ഓർഡർ എം എൻ ലാംഡ എന്നുള്ളതാണ് ഗ്രേറ്റിംഗ്. എം ഈക്വൽ ടു 1 ആണ് ഫസ്റ്റ് ഓർഡറിന്. എൻ എന്ന് പറയുന്നത് ഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് ആണ്, വിച്ച് ഇസ് ഫിക്സ്ഡ്. സോ പ്രഷർ മാറ്റിയത് കൊണ്ട് ഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് മാറില്ല. ലാംഡ എന്ന് പറയുന്നത് എഫക്റ്റീവ്ലി എൻ്റെ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ ബേസിക്കലി എൻ്റെ വേവ് ലെങ്ത്, എഫക്റ്റീവ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ പാത്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് എത്രമാത്രം ഡിസ്റ്റൻസ് അത് എഫക്റ്റീവ്ലി മീഡിയത്തിലൂടെ ഇത്ര ഡിസ്റ്റൻസ് കടന്നു പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എഫക്റ്റീവ്ലി ഈക്വൽ ടു ട്രാവലിംഗ് ദിസ് മച്ച് ഡിസ്റ്റൻസ് ഇൻ വാക്യൂം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിക്കൽ പാത്ത് കൊണ്ട്. സോ ഈ കേസിൽ ലാംഡ മീഡിയം എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഇൻ മീഡിയം which is inversely proportional to refracting index. So refracting index കൂടുമ്പോൾ നിങ്ങളുടെ മീഡിയത്തിലുള്ള വേവ് ലെങ്ത് എന്ന് പറയുന്നത് കുറയും. That means one of these decreases. So decreases due to the increase in the refractive index, decreases due to frequency of light in the argon gas. So frequency എന്ന് പറയുന്നത് it's like സോഴ്സിന്റെ ഒരു പ്രത്യേകതയാണ്. സോഴ്സ്, ഹൗ ഓപ്പൺ ദ സോഴ്സ് ഇസ് ലൈക്ക് വൈബ്രേറ്റിംഗ്. ഇഫ് ഇറ്റ് ഇസ് എ സൗണ്ട് സോഴ്സ്, ഇതിവിടെ ലൈറ്റ് ആണെന്നുള്ളൂ. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ബിക്കോസ് നിങ്ങളുടെ എഫക്റ്റീവ്ലി നിങ്ങളുടെ വേവ് ലെങ്ത് ആണ് മാറുന്നത്. അത് മീൻസ് അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നത് കൊണ്ട് വേവ് ലെങ്ത്, എഫക്റ്റീവ് വേവ് ലെങ്ത് മാറുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. സോ എന്താ സംഭവിക്കുന്നത്, നിങ്ങളുടെ ആംഗിൾ എന്ന് പറയുന്നത്, ഇനീഷ്യലി ആംഗിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റേറ്റിംഗ് ഉണ്ട്, ഇവിടെ ലൈറ്റ് വരുന്നു. സോ ഫസ്റ്റ് ഓർഡർ ഇവിടെയാണ് നിങ്ങൾക്ക് തീറ്റ കിട്ടിയതെങ്കിൽ പിന്നെ എങ്ങനെ കൂടും തോറും അത് കുറഞ്ഞ് ഇങ്ങോട്ട് കുറയും. ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. For an ideal Bose gas, the density of state is given by rho of E equal to Ce square, where C is a positive constant. Assume that the number of bosons so the number of bosons is not conserved. The variation of specific heat of gas with temperature. So bosons in the given ഡിസ്പെർഷൻ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് തന്നിട്ടുണ്ട്. സോ അതിലെ സ്പെസിഫിക് ഹീറ്റിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. റോ ഓഫ് ഇ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് സി ഇ സ്ക്വയർ ഫോർ സം കോൺസ്റ്റന്റ്. ഇ എന്ന് പറയുന്ന എനർജിയാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. ഇന്റർണൽ എനർജി ഓഫ് ബോസോൺസ് ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് വേണ്ടത് സ്പെസിഫിക് ഹീറ്റ് ആണ്. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് du/dt ആണ്. വേർ യു എന്ന് പറയുന്നതാണ് എൻ്റെ ഇന്റർണൽ എനർജി.
So energy times density of states into a distribution function. Bosons distribution function എന്ന് പറയുന്നത് e to the power e by k t minus 1 d. So ഇതാണ് എൻ്റെ ഇന്റേണൽ എനർജി. ആൻഡ് അവിടെ ഞാൻ റോ ഓഫ് ഇ തന്നിരിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വാട്ട് ഐ വിൽ ഗെറ്റ് ഇന്റഗ്രൽ 0 to infinity c will come out e cube. So in fact I have to do this integral to get the actual final answer. പക്ഷേ നമുക്ക് ഒരു ട്രിക്ക് ചെയ്യാം. If I do the substitution x equal to e by kt and that will be equal to de എന്ന് പറയുന്നത് dx kt. എൻ്റെ ഇന്റഗ്രൽ എന്താവും? ഇ ക്യൂബിൽ നിന്ന് ഒരു e is equal to x kt. So it will have x cube k cube t cube and dx ൽ എന്തുണ്ട്? വീണ്ടും ഒരു k cube kt ഉണ്ട്. So you will have kt raised to 4. പുറത്ത് വരുന്നു, കോൺസ്റ്റൻസ് ആണ്. ലിമിറ്റ് എക്സ് ഇ ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 0 ആണ്, ഇ ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ എക്സ് ഇൻഫിനിറ്റി ആണ്. സോ ലിമിറ്റ്സ് ആർ അൺചേഞ്ച്ഡ്. ഇത് ഒരു ഫൈനൈറ്റ് ഇന്റഗ്രൽ ആണ്, വിച്ച് ഐ ഗസ് വി ഡു ദീസ് കൈൻഡ് ഓഫ് ഇന്റഗ്രൽസ് ഡ്യൂറിങ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്. അവിടെ ബോസോൺ, എനിക്ക് തോന്നുന്നു ബോസോൺ ഗ്യാസിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഇന്റഗ്രൽസ് നമ്മൾ ചെയ്യുന്നതാണ്. ഗാമ ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തിട്ട് എക്സാക്ട്ലി ഡോണ്ട് റിമെമ്പർ. എനിവേ ദിസ് ഇസ് കോൺസ്റ്റന്റ് നമ്പർ. സോ നമ്മുടെ ചോദ്യം പക്ഷേ ടി ഡിപെൻഡൻസ് ആണ്. സോ വി ക്യാൻ ജസ്റ്റ് ടേക്ക് വാട്ട് യു എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രപ്പോർഷണൽ ടു ടി റൈസ് ടു 4 ഫ്രം ഹിയർ. And that means my specific heat CV എന്ന് പറയുന്നത് du by dt ആണ്, which is proportional to tq, and that's the right answer. So direct question ആണ്. I mean if you remember this, ഇത് അറിയാന്നുള്ളതാണ് അവിടുത്തെ ടാസ്ക്. ബോസോൺസിന്റെ ഇന്റേണൽ എനർജി. So you have E energy having a density of states rho of E. This is a number of states having that much energy, and distribution function, boson distribution function. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ആ ബോസോൺസിന്റെ ഇന്റേണൽ എനർജി കിട്ടും, and you differentiate that with respect to temperature to get the specific heat. Okay, so the answer is tq. Next one. ഇതൊരു സിമ്പിൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ക്വസ്റ്റൻ ആണ്. നോട്ട് മച്ച് ടു ഡു ഹിയർ. 2 blocks M1 and M2 ആർ ഇൻ കോണ്ടാക്ട് ആണ്. ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ ടേബിൾ. 2 ബ്ലോക്സ് ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ ഫ്രിക്ഷൻലെസ് ടേബിൾ ആണ് പറഞ്ഞിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ഫോഴ്സ് എഫ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. തന്നിരിക്കുന്നു M1 2 ആണ്, M2 1 ആണ് കിലോഗ്രാംസ്, ആൻഡ് എഫ് എന്ന് പറയുന്നത് 3 ന്യൂട്ടൺ. എല്ലാം SI യൂണിറ്റ്സിലാണ് തന്നിരിക്കുന്നത്. The force of contact between the blocks എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, so when there is 2 such blocks and you have a force, ഇവിടെ there is no friction, so you don't have to consider any other external forces. ഈ ബ്ലോക്കിനെ M1 എന്ന് പറയുന്ന ബ്ലോക്ക് M2നെ പുഷ് ചെയ്യും, and as a reaction there is a push from M2 to M1 also. ഇവർ ഈക്വൽ ആയിരിക്കും. ആ ഫോഴ്സ് ആണ് കോണ്ടാക്ട് ഫോഴ്സ്. അതെത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? ബേസിക്കലി M2ന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. വൈൽ M1ന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് there are 2. ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് F ഉണ്ട്, വിച്ച് ഇസ് ഡയറക്ട്ലി ആക്ടിങ് ഓൺ M1,
പിന്നെ ഒരു റിവേഴ്സ് എഫ് കോണ്ടാക്ട് ഉണ്ട്. അതാണ് ഇതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്. സോ M2 ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിച്ച നമ്മുടെ ആൻസറായി. സോ ഈ ടോട്ടൽ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ മാസ് ആണ്. സോ തന്നിരിക്കുന്ന ടോട്ടൽ 3 ന്യൂട്ടൺ ഫോഴ്സ് വിച്ച് ഇസ് അപ്ലൈഡ് ഓൺ M1 plus M2. 3/3 ഇറ്റ് ഇസ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ബിക്കോസ് എല്ലാം SI യൂണിറ്റ്സിലാണ്. ഇതാണ് എൻ്റെ നെറ്റ് സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. M1ന്റെ ആക്സിലറേഷനും അത് തന്നെയാണ്, M2ന്റെ ആക്സിലറേഷനും അത് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു M2 ആകെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ്, M2ന്റെ ഇക്വേഷൻ ഓഫ് ന്യൂട്ടൺസ് ലോ, സെക്കൻഡ് ലോ എഴുതുകയാണെങ്കിൽ F കോണ്ടാക്ട് ഈക്വൽ ടു M2A, ഇത്രേ വരുള്ളൂ. സോ ഡയറക്ട്ലി M2 തന്നിട്ടുണ്ട് വിച്ച് ഇസ് 1, ആൻഡ് ആക്സിലറേഷൻ നമ്മൾ ജസ്റ്റ് കണ്ടുപിടിച്ചു വിച്ച് ഇസ് ഓൾസോ 1. സോ ദാറ്റ് മീൻസ് 1 ന്യൂട്ടൺ. വെരി ഈസി ക്വസ്റ്റൻ ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാം. സിമിലർലി M1ൽ ആക്ട് ചെയ്യുന്ന M1ലെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്. പക്ഷേ M1ന്റെ മാസ് എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ്. സോ ദാറ്റ് ദർ ഇസ് ആക്ച്വലി 2 ന്യൂട്ടൺ ഫോഴ്സ് ആക്ടിങ്. സോ 3 ന്യൂട്ടൺ എന്ന് പറയുന്നത്, സോ ഓക്കെ മേ ബി ഐ വിൽ റൈറ്റ് M1ന്റെ കേസിൽ ദർ ഇസ് എ 3 ന്യൂട്ടൺ ആക്ടിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ആൻഡ് ദർ ഇസ് എ 1 ന്യൂട്ടൺ ആക്ടിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, വിച്ച് ഇസ് ദ കോണ്ടാക്ട് ഫോഴ്സ്, റിയാക്ഷൻ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ആൻഡ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 2 ന്യൂട്ടൺ. ആൻഡ് 2 ന്യൂട്ടൺ ഡിവൈഡ് ബൈ 2 മാസ്, അതിന്റെ മാസ് എന്ന് പറയുന്നത് 2 kg ആണ്. വിൽ ഗെറ്റ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സെയിം, രണ്ടിന്റെ ആക്സിലറേഷൻ സെയിം ആയിരിക്കും. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജസ്റ്റ് കോണ്ടാക്ട് ഫോഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. This is a question from electronics. An ideal inductor L തന്നിട്ടുണ്ട്, is connected in series to a 150 ohm resistor as shown in the circuit. So ഒരു ഇൻഡക്ടറും ഒരു റെസിസ്റ്ററും സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, and a battery. Circuit is driven by a battery B1. The voltage across the resistor as a function of time as measured by the oscilloscope is shown in the plot. തന്നിരിക്കുന്നു. ഈ ഒരു പ്ലോട്ടിനെ വെച്ചിട്ട് ബേസ്ഡ് ഓൺ ദിസ് ഒബ്സർവേഷൻ എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് L. ഓക്കെ, ട്രിക്കി ക്വസ്റ്റ്യൻ, ബട്ട് നമ്മൾ ഓൾറെഡി പഠിച്ച തിയറീസ് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. സോ വെൻ യു അപ്ലൈ ദർ ഇസ് ആൻ ഇൻഡക്ടർ ആൻഡ് ദർ ഇസ് എ റെസിസ്റ്റൻസ് സീരീസ്. സോ വാട്ട് ഹാപ്പൻസ്, ദ ഇൻഡക്ടർ ട്രൈസ് ടു ഓപ്പോസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് ഇറ്റ് പാസ് DC. ആൻഡ് ഇനീഷ്യലി നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒരു 0 വോൾട്ടേജിൽ നിന്ന് ഒരു ഹൈ വോൾട്ടേജിലേക്ക്, സപ്പോസ് V ആണ് വോൾട്ടേജിൽ വിചാരിക്കുക, അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ഓപ്പോസ് ദാറ്റ് ഫോഴ്സ്, ദാറ്റ് വോൾട്ടേജ്. ആൻഡ് ഇനീഷ്യലി നിങ്ങളുടെ കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ഇവൻച്വലി, സപ്പോസ് R ആണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് വിചാരിക്കുക, ആൻഡ് അപ്ലൈഡ് വോൾട്ട് പൊട്ടൻഷ്യൽ V ആണെങ്കിൽ ഇറ്റ് വിൽ ഗോ അപ് ടു V/R മാക്സിമം. സോ ഇതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മളിത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതി ചെയ്യുന്നതാണ്, ലൈക്ക് സിമിലർ ടു കപ്പാസിറ്റർ റെസിസ്റ്റീവ് സർക്യൂട്ട് പോലെ തന്നെ ഒരു സർക്യൂട്ടാണ് ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് സർക്യൂട്ട്. ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് I0 × 1 മൈനസ് e റൈസ് ടു ദർ ഇസ് എ കോൺസ്റ്റന്റ്, ടൈം കോൺസ്റ്റന്റ് t മൈനസ് ടോ. സോ t = 0 you will get e raised to 0 is 1, 1 minus 1, the current is 0, and t equal to infinity this will vanish and you will saturate to I0. So that's the exponential saturation curve. ഇവിടെ നമുക്ക് ടോയിലാണ് ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉള്ളത്. ടോ എന്ന് പറയുന്നത് എൻ്റെ ടൈം കോൺസ്റ്റന്റ് ആണ്, ഈ ഒരു LR സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് ആണ്, വിച്ച് ഇസ് given by R/L.
ഇത് പെട്ടെന്ന് ഓർമ്മയില്ലെങ്കിൽ നിങ്ങളൊരു കപ്പാസിറ്റീവ് സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ് ഇതുപോലെ പഠിച്ചിട്ടുണ്ടാവും. സിമിലർലി ദർ ഇസ് എ ടി ഈക്വൽ ടു സി ആർ. ഇതാണ് കപ്പാസിറ്റീവ് റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ്. ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് ഇത് ഓർമ്മയില്ലെങ്കിലും യു ക്യാൻ ജസ്റ്റ് ഗസ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് എൽ ഒമേഗയാണ് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിന്റെ റിയാക്ടൻസ്, ആൻഡ് ദിസ് വിൽ ഹാവ് സെയിം ഡയമെൻഷൻസ് ആസ് വൺ ബൈ സി ഒമേഗയാണ് ഒരു കപ്പാസിറ്റീവ് സർക്യൂട്ടിന്റെ റിയാക്ടൻസ്. ഇത് കെട്ടി ചെയ്തിട്ടാണ് നമുക്ക് ഒരു എൽ സി സർക്യൂട്ടിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഒക്കെ കിട്ടുന്നത്. ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഷുഡ് ബി സെയിം ആസ് ആർ ആയിരിക്കണം. സോ നമ്മൾ ഇത് രണ്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ യു വിൽ സി എൽ ബൈ ആറിന്റെ ഡയമെൻഷനും വൺ ബൈ ഒമേഗന്റെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. വൺ ബൈ ഒമേഗ എന്ന് പറയുന്നത് റേഡിയൽ ആംഗുലർ ഫ്രീക്വൻസിയാണ്, വിച്ച് ഹാവ് സെക്കൻഡ് ഇൻവേഴ്സ്. സോ വൺ ബൈ ഒമേഗ എന്ന് പറയുന്നത് സെക്കൻഡ് ആയിരിക്കും. സോ ഇറ്റ് ഹാവ് ഡയമെൻഷൻസ് ഓഫ് ടൈം. സോ എൽ ബൈ ആർ എന്ന് പറയുന്നത് ആർ ബൈ എൽ ഐ മേഡ് എൽ ബൈ ആർ എന്ന് പറയുന്നതാണ് എൻ്റെ ടൈം കോൺസ്റ്റന്റ്, സർക്യൂട്ടിന്റെ ടൈം കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഇതിന്ന് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം എന്നാണ് നമ്മുടെ ഡാറ്റയിൽ നിന്ന് ഇതെങ്ങനെ കിട്ടും. സോ നമുക്ക് ഈ ടി=0 നമുക്കൊന്നും കിട്ടില്ല, ആൻഡ് ടി=ഇൻഫിനിറ്റി നമുക്കൊന്നും കിട്ടാനില്ല. ബിക്കോസ് I0 എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ റെസിസ്റ്റൻസ്. വി നീഡ് സം ഇൻ ബിറ്റ്വീൻ പോയിന്റ്. സോ ഇഫ് ഐ പുട്ട് ടി ഈക്വൽസ് ടു വാട്ട് ഹാപ്പൻസ്, ഐ എന്ന് പറയുന്നത് I0 into 1 minus e raised to 1 minus 1. So 1 minus 1 by e എന്ന് പറയുന്നത് 1 by ഈ ഒരു നമ്പർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് ഇറ്റ് ഈസ് 63% ആണ്. സോ ഇറ്റ്സ് 0.63. സോ നിങ്ങളുടെ ടോട്ടൽ കറണ്ട്, ഫൈനൽ സാച്ചുറേറ്റിംഗ് കറണ്ടിന്റെ 63% ആവാൻ എത്ര സമയം എടുക്കുന്നു, ആ സമയമാണ് എൻ്റെ ടൈം കോൺസ്റ്റന്റ് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 24 സാച്ചുറേറ്റ് ചെയ്യുന്നത്. എൻ്റെ I0 എന്ന് പറയുന്നത് 24 ആണ്. അതിൻ്റെ 63%, റഫ്ലി 63% എന്ന് പറയുന്നത് if you calculate, you will get it's 15. It's roughly 15 amps. So ഈ വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. സോ നിങ്ങൾ ഈ ആക്സിസിൽ നോക്കി കഴിഞ്ഞാൽ 15 will come here. ആൻഡ് അതിനെടുക്കുന്ന സമയം which is roughly 1 second. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു ഗ്രാഫിൽ നമുക്ക് എന്ത് കിട്ടും? എൻ്റെ ടൈം കോൺസ്റ്റന്റ്, സർക്യൂട്ടിലെ ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റഫ്ലി 1 സെക്കൻഡ് ആണ്. ആൻഡ് ദാറ്റ് മീൻസ് മൈ എൽ എന്ന് പറയുന്നത് ടോ ടൈംസ് ആർ ആണ്. ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 150 ohm. So this is roughly 150 Henry. Okay, so I think there's a milli. ഇത് മില്ലി സെക്കൻഡിലാണെങ്കിൽ മാത്രമേ യു വിൽ ഗെറ്റ് എ മില്ലി. സോ ദ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മില്ലി ഹെൻറി എന്നാണ്. ഇൻഫാക്ട് ഇവിടെ ഒരു വോൾട്ടേജ് എക്സ് ആക്സിസിൽ എന്താണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഷുഡ് ബി മില്ലി സെക്കൻഡ്സ്. Yeah, it's not mentioned. So
ടൈം എന്ന് പറയുന്നത് മില്ലി സെക്കൻഡിലാണെങ്കിൽ മാത്രമേ, അതർവൈസ് ഇത് സെക്കൻഡ് ആണെങ്കിൽ ദിസ് ഇസ് ജസ്റ്റ് ഹെൻറി, 150 ഹെൻറി, വിച്ച് ഇസ് ആക്ച്വലി ബിഗ് നമ്പർ. ഇതിന് ചാൻസ് കുറവാണ്. ഷുഡ് ബി മില്ലി സെക്കൻഡ്സ്. ആൻഡ് ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇറ്റ്സ് മില്ലി സെക്കൻഡ്, യൂണിറ്റ് സ്പെസിഫൈഡ് അല്ല. സോ ദ ആൻസർ എന്ന് പറയുന്നത് 150 ആണ്. അതർ വാല്യൂസ് യു ക്യാൻ സി ഇറ്റ്സ് ഫാർ അവേ ഫ്രം 150. Go for 150. Next one. When a photographic film is exposed to light, the electric field of light causes the film to turn dark after the chemical process. A photographic film of thickness 50 nanometer is kept inclined to a shiny metal surface at theta 0.01 radian as shown in figure. So ഒരു മെറ്റൽ സർഫസ് ഉണ്ട്, ലൈക്ക് ഒരു മിറർ ആണെന്ന് വിചാരിക്കാം, ആൻഡ് ഫോട്ടോഗ്രാഫിക് ഫിലിം ഉണ്ട്, ലൈറ്റ് വരുന്നു. After exposing this film to linearly polarized beam of light of wavelength 500 nanometer incident normally to the metal surface, it developed a periodic bright bands. So ഈ ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ പീരിയോഡിക് ബ്രൈറ്റ് ബാൻഡ്സ് കാണാം. വി ക്യാൻ എക്സ്പ്ലെയിൻ ദിസ് ഒബ്സർവേഷൻ ആസ് എ പ്രൂഫ് ഓഫ് വാട്ട് ഇന്റർഫറൻസ് ബിറ്റ്വീൻ ദ ഇൻസിഡന്റ് വേവ് ആൻഡ് ദ വേവ് റിഫ്ലക്റ്റഡ് ഫ്രം ദി സർഫസ് ഓഫ് ദി. സോ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് ഒരു inclined thin film ആണ്. തിൻ ഫിലിം ഓഫ് എയർ ആക്ച്വലി. സോ നമ്മൾ തിൻ ഫിലിമിന്റെ ഇക്വേഷൻസ് എല്ലാം പഠിച്ചിട്ടുണ്ട്, ലൈക്ക് ടു മ്യൂ ടി കോസ് തീറ്റ ഈക്വൽ ടു എൻ ലാംഡ. സോ ഇറ്റ് വിൽ ഹാവ് ആക്ച്വലി, ഇഫ് യു ഹാവ് തിൻ ഫിലിം, ഇൻകമിങ് റെയിൻ റിഫ്ലക്റ്റഡ് ആ തിൻ ഫിലിമിലെ ഒരു എൻഡിൽ നിന്നുള്ള റിഫ്ലക്റ്റഡ് റേ കാരണമുള്ള ആ രണ്ട് ബീംസിന്റെ ഇന്റർഫറൻസ് കാരണം യു വിൽ ഗെറ്റ് എ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ച് പാറ്റേൺസ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ അത് നമ്മൾ വിഷ്വലി കാണുന്നതിന് പകരം ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ അതിന്റെ ബേസിക്കലി ഇറ്റ്സ് എ എഫക്ട് ഓഫ് ദ ലൈറ്റ് ഇന്റൻസിറ്റി, അത് ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ കാണുന്നു, അത്രേ ഉള്ളൂ. ഓപ്ഷൻ ബി പറയുന്നത് ഡിഫ്രാക്ഷൻ പാറ്റേൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫോട്ടോഗ്രാഫിക് ഫിലിം, നോട്ട് ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഫോട്ടോഗ്രാഫിക് ഫിലിം, അല്ല പോളറൈസേഷൻ ഓഫ് ലൈറ്റ്. പോളറൈസേഷൻ ആക്ച്വലി ഡസ് നോട്ട് ഹാവ് എനി എഫക്റ്റ്. ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇന്റർഫറൻസ് ബിറ്റ്വീൻ ഇൻസിഡന്റ് വേവ് ആൻഡ് ദി വേവ് റിഫ്ലക്റ്റഡ് ഫ്രം ദി സർഫസ് ഓഫ് ദി മെറ്റൽ. സോ ഇവിടെ നിന്ന് ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുന്നു ആൻഡ് ദ ഇൻകമിംഗ് വേവ്, അവർ തമ്മിലുള്ള ഒരു ഇന്റർഫറൻസ് കാരണമാണ് ഇത് സംഭവിക്കുന്നത്. ബിക്കോസ് ഈ ഒരു സ്ലാബ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആണ്. സോ നാച്ചുറലി ഈ ഇൻസിഡന്റ് വേവും റിഫ്ലക്റ്റഡ് വേവും ഗ്രാജുവലി ആണ് അവർ തമ്മിലുള്ള എന്താ പറയുക പാത്ത് ഡിഫറൻസ് ചേഞ്ച് ചെയ്യുന്നത്. സോ നാച്ചുറലി ദർ വിൽ ബി ഡാർക്ക് ഫ്രിഞ്ചസ്, ബ്രൈറ്റ് ഫ്രിഞ്ചസ്, എക്സെട്ര. ഓക്കെ, സോ ഓക്കെ 24 is a ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഔട്ട്പുട്ട് ഓഫ് ദി ഫോളോയിങ് സർക്യൂട്ട് ഇസ് ഓൾവേസ് ഫൗണ്ട് ടു ബി 0. സോ ഈ ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എപ്പോഴും 0 ആണ്. സച്ച് ആൻ ഒബ്സർവേഷൻ ക്യാൻ ബി ഡ്യൂ ടു വാട്ട്? സോ ഇതൊരു നോർ ഗേറ്റ് ആണ്, 3 ഇൻപുട്ട് നോർ ഗേറ്റ് ആണ്. ഇത് 0 ആവണമെങ്കിൽ നമുക്കറിയാം ഒരു ഓർ ഗേറ്റ് 1 ആണെങ്കിലാണ് നോർ ഗേറ്റ് 0 ആവുന്നത്. ഓർ ഗേറ്റ് 1 ആവുന്നത് at least one of them is 1. So at least one of the input is always 1. അങ്ങനെ വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ലെറ്റ്സ് സീ. 2 of the inputs of any one of the NAND gates being accidentally shorted to each other. So നാൻഡ് ഗേറ്റ്സിലെ 2 ഇൻപുട്സ് ഷോർട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇത് ഇറ്റ് കനോട്ട് ബി ഓൾവേസ് 1 ബിക്കോസ് ഇവിടെ നിങ്ങൾക്ക് ഇത് 2 സ്റ്റിൽ ഇൻഡിപെൻഡന്റ് ആണ്. ഐ ക്യാൻ പുട്ട് 1 ഹിയർ, 1 ഹിയർ, 0, ബോത്ത് ആർ പോസിബിൾ. ആൻഡ് നാൻഡ് ഗേറ്റ് 0 ആവാം എപ്പോ? ഇതിന്റെ കറസ്പോണ്ടിങ് ആൻഡ് ഗേറ്റ് 1 ആകുമ്പോൾ
that happens when both are 1. So എല്ലാ ഔട്ട്പുട്ടും 1 ആയി കഴിഞ്ഞാൽ this will be 0. So I will not get this kind of behavior. So this is not the correct answer. One of the option B എന്ന് പറയുന്നത് one of the inputs to the NOR gate being accidentally grounded. Okay, so അത് നമ്മൾ കണ്ടു. ഇവിടെ അറ്റ്ലീസ്റ്റ് ഒരു ഔട്ട്പുട്ട് എങ്കിലും എപ്പോഴും 1 ആവണം, അതാണ് വേണ്ടത്. പക്ഷെ ഒരെണ്ണം എപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ട് കാര്യമില്ല. ഗ്രൗണ്ടഡ് മീൻസ് ഇറ്റ് ഈസ് ഓൾവേസ് 0. ദാറ്റ് cannot cause this kind of behavior. So option B അല്ല. One of the inputs to one of the NAND gates being accidentally grounded. So you have the NAND gates. One of the inputs. Okay, one of the inputs ആണ്. So 3 ഇൻപുട്സ് ഉണ്ട് ഇതിന്. പക്ഷെ അതിൽ ഒരാളെ ആക്സിഡന്റലി ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. സോ ദാറ്റ് മീൻസ് ദിസ് ഇസ് 0. അതാണ് ഗ്രൗണ്ടഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഗേറ്റിൽ നമുക്കറിയാം ഒരെണ്ണം 0 ആയി കഴിഞ്ഞാൽ ഇതെപ്പോഴും ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആൻഡ് ദാറ്റ് മീൻസ് യു വിൽ ഓൾവേസ് ഹാവ് 1 ഹിയർ. സോ that actually goes into the input of this NOR gate and which causes the output to always remain 0. നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ കൂടി നോക്കാം. 2 of the inputs of NOR gate being accidentally shorted. സോ ഈ ഒരു NOR ഗേറ്റിലെ 2 ഇത് ഷോർട്ട് ചെയ്തുകൊണ്ട് again it's not possible because I can independently change them. ഇത് 1 or 0 ആക്കാം, ഇത് 1 or 0 ആക്കാം. And if I have combinations like 1 1 1 0 0 1, I will I can also get 0 0 also. Then that will make you 1. So ഇതുമല്ല. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അതായത് ഈ നാൻഡ് ഗേറ്റിലെ ഒരാള് ഏതോ ഒരു നാൻഡ് ഗേറ്റിലെ ഒരു ഇൻപുട്ട് എപ്പോഴും ഗ്രൗണ്ടഡ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ബിഹേവിയർ സംഭവിക്കുന്നത്. ഓക്കെ, I think this is the last question for the session. I will finish part B with this. I skipped, I think, 1 or 2 questions which I will try to cover towards the end. Okay, so question എന്ന് പറയുന്നത്, a certain elementary particle is created in the upper atmosphere. It then moves downward speed. So ഇത് റിലേറ്റിവിസ്റ്റിക് ക്വസ്റ്റൻ ആണ്. വെലോസിറ്റി തന്നിട്ടുണ്ട്, റിലേറ്റിവിസ്റ്റിക് സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. വെരി മച്ച് ക്ലോസ് ടു സ്പീഡ് ഓഫ് light with respect to an observer on the earth. Its lifetime in rest frame, rest frameലെ ലൈഫ് ടൈം തന്നിട്ടുണ്ട് 2 × 10⁻⁶ സെക്കൻഡ് ആണ്, 2 microseconds. And the distance in the earth frame traveled by the elementary particle before it decays. So ഇത് ഇവിടെ നിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. And with the velocity v, what is the distance it will travel before it decays? സോ ഇതിന് വേണ്ടത് ഈ പുറത്ത് നിൽക്കുന്ന എർത്തിലെ ഒബ്സർവറെ സംബന്ധിച്ച് ഈ ടൈം എന്ന് പറയുന്നത് ഡൈലേറ്റഡ് ആയിരിക്കും. സോ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദി ഡൈലേറ്റഡ് ടൈം. ആൻഡ് ആ ഡൈലേറ്റഡ് ടൈം കൊണ്ട് ഇത്രയും ഈ വെലോസിറ്റി മെഷർ ചെയ്തിരിക്കുന്നത് എർത്തിലെ ഒബ്സർവറാണ്. സോ ദാറ്റ് ടൈം ടൈംസ് ദിസ് വെലോസിറ്റി വിൽ ഗിവ് യു ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. സോ നമുക്കറിയാം റിലേറ്റിവിസ്റ്റിക് ടൈം ഡയലേഷൻ ഈസ് ഗിവൺ ബൈ τ0 divided by √1 - v²/c², and that is 2 × 10⁻⁶ divided by √1 - v എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 0.999 c² divided by c², roughly equal to these. Actually, ഇതൊക്കെയാണ് ഒരു you will not be provided calculators. You have to deal with this cleverly. By practice നിങ്ങൾക്ക് അത് ചെയ്ത് പഠിക്കാൻ പറ്റും. ആക്ച്വലി ദിസ് ഈ 0. ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി എഴുതി 1 - 0.0001. Then this is 1 - this എന്ന് പറയുന്നത് 1 - this gets 0.0001, and അതിൻ്റെ സ്ക്വയർ റൂട്ട് ആണ് ചോദിക്കുന്നത്.
ഓക്കെ, സോ ആക്ച്വലി ഇതിന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. So not that easy. Anyway, I have done this, and you will get the answer. You try to do this kind of calculations by yourself without using a calculator. റഫ് ആൻസേഴ്സ് കിട്ടിയാൽ മതി, ബിക്കോസ് മറ്റു ഓപ്ഷൻസ് എന്ന് പറയുന്നത് വെരി ഫാർ അവേ ആയിരിക്കും. So this is 10 raised to minus 4 seconds. 1.414 into 10 raised to minus 4. Now the distance, so this is the time dilation formula. Distance covered എന്ന് പറയുന്നത് d എന്ന് പറയുന്നത് v times tau ആയിരിക്കും, which is again 0.999 into 3 into 10 raised to 8 is the speed of sound into the calculated time 414 into 10 raised to minus 4 seconds. I have done, and this is roughly equal to, and this is equal to 42.423 kilometers. If you look at the options, you see 0.6 kilometer and 12 cent. That's what I know. It's very far away from the 42. So even നിങ്ങൾ ഇവിടെ ചെറിയ മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാലും, ഫോർ എക്സാമ്പിൾ I think if this is 1.5, you will roughly get something close to this. So സ്പീഡിലാണെങ്കിലും if you get roughly close answers, you can try to fix that option. Okay, so that's the answer. Time dilation related relativity എന്നുള്ള ടൈം ഡയലേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് റിലേറ്റീവ് ടു എർത്ത് ഒബ്സർവർ ആണ്. അതുപോലെ തന്നെ പാർട്ടിക്കിളിന്റെ റെസ്റ്റ് ഫ്രെയിമിലെ ലൈഫ് ടൈം തന്നിട്ടുണ്ട്. പക്ഷെ അതായിരിക്കില്ല ഒരു റിലേറ്റീവ്, സിൻസ് ഇറ്റ് ഈസ് മൂവിങ് വെരി ഫാസ്റ്റ്. ഒരു ഔട്ട്സൈഡ് ഒബ്സർവറെ സംബന്ധിച്ച് ആ ടൈമിലായിരിക്കില്ല അത് ഡീകേ ചെയ്യുന്നത്. ആ ടൈമാണ് ഈ ടോ എന്ന് പറയുന്നത്, വിച്ച് ഇസ് എ ഡൈലേറ്റഡ് ടൈം. ആൻഡ് ദാറ്റ് ആ സമയം കൊണ്ട് ഇത്രയും വെലോസിറ്റിയോട് സഞ്ചരിക്കുന്ന ഒരു പാർട്ടിക്കിൾ ആയതുകൊണ്ട് ഇറ്റ് വിൽ കവർ ദിസ് മച്ച് ഡിസ്റ്റൻസ്. Okay, so that's the idea, and now I will proceed to part C in the upcoming sessions. So thank you. Ending out the session.